നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ഉന്നയിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 650 ഒഴിവുകളാണ്. കേരളത്തിലും ഒഴിവുകളുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ എലിജിബിൾ ആയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. 2026 വരുന്ന അല്ലെങ്കിൽ ഒരു പാനൽ വേണ്ടി പാനൽ ഇയർ 2025 ഉള്ള അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആയ www.rba.org.in സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ. അപ്ലൈ ചെയ്യുന്നിടയ്ക്കൊക്കെ ഈ സൈറ്റ് വിസിറ്റ് ചെയ്യാനും ശ്രമിക്കുക. എക്സാമിനേഷൻ ഉണ്ടാവും, പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും ഉണ്ടാവും. മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞു. www.rba.org.in സൈറ്റ് വഴി മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കത്തില്ല. ഓൺലൈൻ അപേക്ഷകൾ മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട തീയതിയിൽ പറയുകയാണെങ്കിൽ 2026 ഫെബ്രുവരി 16 മുതൽ മാർച്ച് 8 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതിനുശേഷം വിൻഡോസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും പറഞ്ഞിരിക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷൻ ഉണ്ടാവും. പ്രിലിമിനറി എക്സാമിനേഷൻ 2026 ഏപ്രിൽ 11 മെയിൻ എക്സാമിനേഷൻ ജൂൺ 7 ഇപ്പോൾ ടെന്റേറ്റീവ് ആയിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ആ ഡേറ്റ് തന്നെ നടക്കാനും സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. നമുക്ക് വേക്കൻസികളുടെ എണ്ണം നോക്കാം. ആകെ 650 വേക്കൻസികളാണുള്ളത്. കേരളത്തിലെ തിരുവനന്തപുരം ഡിവിഷൻ സെക്ഷനിലെ സർക്കിളിലെ 6 വേക്കൻസിയാണ് കേരളത്തിലെ ഉള്ളത്. ആകെ 650 വേക്കൻസികൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ്. എലിജിബിലിറ്റി ഏജ് പറഞ്ഞിരിക്കുന്നത് 20 മുതൽ 28 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ SC/STക്കാർ 5 വർഷവും OBC-കാർക്ക് 3 വർഷവും ഡിസബിലിറ്റികൾക്ക് 10 വർഷവും എക്സ്-സർവീസ്മെൻ കാൻഡിഡേറ്സ് അവരുടെ സർവീസ് അനുസരിച്ചും അവരുടെ ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. കാര്യം കൂടെ ഓർമ്മിക്കുക. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. വേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ളത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. 50% മാർക്കോടെയുള്ള ബിരുദമാണ് വേണ്ട അടിസ്ഥാന യോഗ്യത. അതുപോലെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്കോടുള്ള ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ CGP ആണെങ്കിൽ കൺവേർഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 6.75 ഉള്ളതാണെങ്കിൽ CGP നമ്മൾ 60% കിട്ടും. 6.25 ആണ് 55%. 5.75 ആണെങ്കിൽ 50% ആയിട്ടാണ് കൂട്ടുക എന്ന കാര്യം ഓർമ്മിക്കുക. എക്സാമിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു. അതായത് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാകും. കേരളത്തിൽ അപ്ലൈ ചെയ്ത് നിർബന്ധമായും മലയാളം അറിഞ്ഞിരിക്കണം. അതേപോലെ പ്രിലിമിനറി എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷൻ ഉണ്ട്. പ്രിലിമിനറി എക്സാമിനേഷന് 100 ചോദ്യം 1 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന പരീക്ഷയായിരിക്കും. 100 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും. 100 മാർക്കായിരിക്കും. 100 ചോദ്യങ്ങളായിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ചോദ്യങ്ങൾ, ന്യൂമറിക്കൽ എബിലിറ്റി 35, റീസണിംഗ് എബിലിറ്റി 35, അങ്ങനെ 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകും. മെയിൻ എക്സാമിനേഷൻ എന്നാൽ 135 മിനിറ്റ് ഉണ്ടാകും. ഏകദേശം 2 മണിക്കൂർ 15 മിനിറ്റ് സമയമായിരിക്കും. അതിലെ ടെസ്റ്റ് ഓഫ് റീസണിംഗ് 40 ചോദ്യങ്ങൾ, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 ചോദ്യങ്ങൾ, ടെസ്റ്റ് ഓഫ് ന്യൂമറിക് എബിലിറ്റി, ടെസ്റ്റ് ഓഫ് ജനറൽ നോളജ്, ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ, ഇതെല്ലാം 40, അങ്ങനെ 200 ചോദ്യങ്ങൾ ഉണ്ടാവും. 200 മാർക്കുമായിരിക്കും. 135 മിനിറ്റ് ആയിരിക്കും സമയം ലഭിക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാകും. നിർബന്ധമായും എവിടെയാണ് നിയമം ലഭിക്കുക അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. കേരളത്തിലാണെങ്കിൽ നിർബന്ധമായും മലയാളം അറിഞ്ഞിരിക്കണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. എക്സാമിനേഷൻ സെന്ററുകൾ കേരളത്തിൽ നിരവധി സെന്ററുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാം. ഇത് പറയാം. ശമ്പള സ്കെയിൽ പറയുന്നത് അടിസ്ഥാന ശമ്പളം 29,000 ആണ്. 29,000 മുതൽ 78,640 എന്ന സ്കെയിലെ ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി 58,514 രൂപ സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് ലഭിക്കും. അതുപോലെ HR അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 15% HR ആയിട്ടും ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ സൗത്ത് സോണിലാണ്. ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, തിരുവനന്തപുരം ഒക്കെ വരുന്നത്, കൊച്ചി ഉൾപ്പെടെ വരുന്നത് സൗത്ത് സോണിലാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ OBC എക്കണോമിക്കൽ വീക്കർ സെക്ഷനിലുള്ളവർക്കൊക്കെ 450 രൂപയും GST-യുമാണ്. SC/STക്കാർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സ്-സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും 50% GST-യുമാണ് ഫീസ്. റിസർവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഫീസ് ഇല്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിലേക്ക് നേരത്തെ റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എക്സാമിനേഷൻ സെന്ററുകൾ നോക്കാം. കേരളത്തിലെ നിരവധി സെന്ററുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ, നിങ്ങൾ ഏറ്റവും അടുത്തുള്ള സെന്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. കേരളത്തിലെ സെന്റർ പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ കണ്ണൂർ, കൊച്ചി, കൊല്ലം,
കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കവറത്തി എന്നീ സെന്ററുകൾ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവും. മെയിൻ എക്സാമിനേഷൻ ആണെങ്കിൽ കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കവറത്തി എന്നീ സെന്റർ. കവറത്തി ലക്ഷദ്വീപ് സെന്ററാണ് തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. താല്പര്യമുള്ളവർ റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റ് ആയ www.rbi.org.in സൈറ്റ് വഴി അപേക്ഷിക്കുക. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 8 ആണെന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക. ഈ അവസരം പരമാവധി വിലപ്പെടുത്തുക. മികച്ച അവസരം, ഒരുപാട് പ്രൊമോഷൻ സ്കോപ്പ്, ബിരുദധാരികളായിട്ടുള്ളവർക്ക് ലഭിക്കാൻ പറ്റുന്ന ഒരു മികച്ച ജോലിയാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇത്ര നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.